മോൺസ്റ്റർവേഴ്സിലത്തെ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയർ മറ്റന്നാൾ റിലീസ് ആവാണ്. ആൻഡ് ഈ പടത്തിന്റെ റിലീസിന് മുന്നേ ആയിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റില് ഇതിന്റെ ക്രിയേറ്റേഴ്സ് ഒരു ഗ്രാഫിക്കൽ നോവൽ പുറത്തുവിട്ടിരുന്നു. ഗോഡ്സില്ല കോങ് ദ 100 എന്നുള്ളതാണ് പേര്. ആൻഡ് ഈ ഒരു നോവൽ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് ഇറങ്ങിയ ഗോഡ്സില്ല കോങ് മൂവിക്ക് ശേഷം അവിടെ ഉണ്ടാവുന്ന ചില ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളും അതെങ്ങനെ ന്യൂ എംപയർ എന്ന് പറയുന്ന മൂവിയിലേക്ക് ലീഡ് ചെയ്യുന്നു, ആ ഒരു സ്റ്റോറിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി. ആൻഡ് ഈ ഒരു മോൺസ്റ്റർവേഴ്സ് അത്രത്തോളം ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അത്രത്തോളം ക്രേസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എൻഗേജിങ് രീതിയിലാണ് അവർ കഥ കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഈവൻ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളെയും അവർ മെൻഷൻ ചെയ്തിട്ടാണ് ഈ ഒരു കഥയിൽ ചില ഭാഗങ്ങളുണ്ട്. ഇത് വളരെ ഒരു പുതിയതായിട്ട് തോന്നി, കാരണം ആ ഒരു സംഭവങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിലത്തെ കുറെ മോൺസ്റ്റേഴ്സിനും ആൻഡ് ഈവൻ ഗോഡ്സില്ല കോങ് അവരുടെ ഫേസ് ഓഫ് സീൻസ് ഇതിലില്ലെങ്കിലും ജസ്റ്റ് അവരെ മെൻഷൻ ചെയ്യുന്ന ചില സ്റ്റോറിയിലെ ക്രൂഷ്യൽ മൊമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിലത്തെ ആർട്ടും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെയൊക്കെ വളരെയധികം കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. വളരെ ഇൻട്രിഗ്യൂയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. ആൻഡ് ഇതിന്റെ അവസാനമായാലും ശരി, നമുക്ക് എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് മൂവിയിലേക്ക് ഇനി ഇവർ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പോയിന്റിലാണ് അവർ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ എന്തായാലും വായിച്ചു നോക്കുക. എന്തായാലും ഇറങ്ങാൻ പോകുന്ന ഒരു മൂവിക്ക് മുമ്പേ ഉള്ള ഒരു പ്രീക്വൽ നോവൽ എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തോന്നും അല്ലെ. ഈവൻ ലാസ്റ്റ് ഇറങ്ങിയപ്പോ 2022 റിലീസ് ചെയ്തിട്ടുള്ള ദ ബാറ്റ്മാൻ എന്ന് പറയുന്ന മൂവി, മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാന്റെ റിലീസിന് മുന്നേ ആയിട്ടും ഇതുപോലെ അവരൊരു ഗ്രാഫിക്കൽ നോവൽ പുറത്തിറക്കിയിരുന്നു. ആൻഡ് അത് ഇങ്ങനെ വായിച്ചു, ഗ്രാഫിക് നോവൽ അല്ല, ഒരു നോവൽ പ്രീക്വൽ എന്നുള്ള രീതിയിൽ അവർ പുറത്തിറക്കിയിരുന്നു. ആൻഡ് അതിൽ എങ്ങനെയാണ് ആ ഒരു ബാറ്റ് മൊബൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ആൻഡ് ഈവൻ റിറ്റ്ലറുടെ ഒരു ഒറിജിൻ സ്റ്റോറിയുടെ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് വായിക്കാത്തവർ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. അതും ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഇതിൽ കോപ്പി ചെയ്തിടാം. എന്തായാലും എന്തൊക്കെയാണ് ഈ ഒരു ഗ്രാഫിക്കൽ നോവൽ വായിച്ചിട്ടുള്ളവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. വായിക്കാത്തവർ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക.